ടൈം പാസിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന പോലെ അസ്തയുടെ നോർമലായിട്ടുള്ള മുന്തിരി വെച്ചിട്ട് നമ്മളൊരു വൈൻ ഉണ്ടാക്കണം. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വെറും 3 ദിവസം കൊണ്ടാണ് നമ്മൾ ഈ വൈൻ ഉണ്ടാക്കുന്നത്. കഴിച്ച് നോക്കിയിട്ട് നിങ്ങൾ പറയില്ല ഇത് 3 ദിവസം കൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ നമ്മൾ നോർമൽ മുന്തിരി എടുത്തു. മുന്തിരി നിങ്ങൾ കളറുള്ള എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല കളർ ഉണ്ടാവും കേട്ടോ. ഞാനപ്പോൾ ഒരു മിക്സ് ആൻഡ് മാച്ച് പോലെ ഒരെണ്ണം നല്ല ഡാർക്ക്, ഒരെണ്ണം കുറച്ച് പച്ചപ്പും കൂടി ഉള്ളതാണ് എടുത്തത്. എനിക്ക് അധികം ലൈറ്റ് കളറും മതി, അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ ഒരു സെലക്ഷനാണ് എടുത്തത്. അപ്പോൾ നന്നായിട്ട് ഉപ്പും ചെറിയ ചൂടുവെള്ളം ഉപയോഗിച്ച് നല്ല രീതിയിൽ ഒരു 3-4 പ്രാവശ്യം കഴുകി വാരി എടുക്കുക. പിന്നെ നമ്മൾ 3 ദിവസം കൊണ്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ അതുപോലെ എന്താ പറയുക 21 ദിവസം ഉണ്ടാക്കുന്ന പോലെ നമുക്ക് അതിന് തുടച്ചെടുക്കുക, ഉണക്കിയെടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട. നന്നായിട്ട് കഴുകി വാർത്തെടുക്കുക. ഒരു 3-4 പ്രാവശ്യം ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് കഴുകുക, അതിലെ വിഷാംശങ്ങളൊക്കെ പോകാനായിട്ട്. എന്നിട്ട് അത് നന്നായിട്ട് വെള്ളം വാൽന്ന് നമ്മൾ മാറ്റി വയ്ക്കുക. പിന്നെ നമുക്ക് വേണ്ട കാര്യങ്ങൾ, ബാക്കി ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോൾ 1 കിലോ മുന്തിരിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ കഴുകി വാരി വെച്ചിരിക്കുന്ന 1 കിലോ മുന്തിരി നമ്മുടെ കയ്യിലുണ്ട്. ഞാനൊരു പാക്കറ്റ് നല്ല ഡാർക്ക് കളറും ഒരു പാക്കറ്റ് അധികം പഴുക്കാത്ത ഒരു പച്ച കളറുള്ള ഇതാണ് നമ്മൾ എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചസാരയാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ മുന്തിരിക്ക് 1.25 കിലോ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് സ്പൈസസ് ആയിട്ട് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് കറുവപ്പട്ട വേണം, പട്ട വേണം, ഒരു 2-3 കഷ്ണം പട്ട എടുക്കുക. പിന്നെ നമ്മുടെ എന്താ പറയുക ഗ്രാമ്പൂ, അതൊരു 3-4 എടുക്കുക. പിന്നെ ഒരു 3-4 ഏലക്കായ എടുക്കുക. പിന്നെ നമുക്ക് വേണ്ട അടുത്തൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് തന്നെ എടുക്കണം കേട്ടോ. പിന്നെ നമ്മുടെ ഇതിൽ മെയിനായിട്ട് വേണ്ട അടുത്ത സാധനമാണ് നമ്മുടെ സ്റ്റീലിൻ്റെ കുക്കർ. അലുമിനിയം കുക്കറൊന്നും ഉപയോഗിക്കരുത്, സ്റ്റീലിൻ്റെ കുക്കർ തന്നെ വേണം അത് ഉപയോഗിക്കാനായിട്ട്. അതുപോലെ സ്റ്റീലിൻ്റെ കുക്കർ നന്നായിട്ട് കഴുകി വാഷ് ചെയ്ത് ഉണക്കി വേണം എടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾക്കിത് എടുത്തതിന് ശേഷം നമ്മൾ കുക്കറിലേക്ക് നമ്മുടെ എല്ലാ ചേരുവകളും ഇടാം. ആദ്യം നമ്മൾ മുന്തിരി ഇടുന്നു. മുന്തിരി ഇട്ടതിന് ശേഷം ഞാൻ പറഞ്ഞു 1 കിലോ മുന്തിരിക്ക് ഞാൻ 1.25 കിലോ പഞ്ചസാരയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ആ പഞ്ചസാരയും കൂടി നമ്മൾ അതിലേക്ക് ഇടുന്നു. എന്നിട്ട് പഞ്ചസാര ഇട്ടതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു 3 പട്ട, 3-4 ഗ്രാമ്പു, 3 ഏലക്കായ, ഇതെല്ലാം കൂടി ഇട്ട് കുക്കറിലിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ 1 കിലോ മുന്തിരിക്ക് നമ്മൾ 2 ലിറ്റർ വെള്ളമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ആ വെള്ളം കൂടി ഒഴിച്ചിട്ട് അത് നോർമൽ വെള്ളം എടുക്കുക. ഞാൻ ടാപ്പ് വാട്ടർ എടുത്തില്ല, ഞാൻ ബോട്ടിൽ വാട്ടറാണ്, മിനറൽ വാട്ടറാണ് എടുത്തത്. തിളപ്പിച്ചാറിയ വെള്ളമൊന്നും വേണ്ട, നമ്മൾ സാധാ വെള്ളം മതി. നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ളൊരു വെള്ളം അതെടുക്കുക, അതും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായി അടച്ച് നമ്മൾ സ്റ്റൗവിൽ വയ്ക്കുക. ഒരു വിസിലടിക്കുന്നത് വരെ നിൽക്കുക. ഒരു വിസിലടിക്കുമ്പോൾ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യണം. ഒരു വിസിലടിച്ചതിന് ശേഷം അതിലെ ഗ്യാസ് എയർ മൊത്തം പോയതിന് ശേഷം നമ്മൾ തുറന്നതിന് ശേഷം നമ്മളിത് ചൂടാറാനായിട്ട് വെക്കണം. അപ്പോൾ അത് എങ്ങനെയാണ് എല്ലാ മുന്തിരിയും നന്നായിട്ട് വെന്തുടഞ്ഞിരിക്കുന്നുണ്ട്. മുന്തിരിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞാണ് ഇരിക്കണത്. അപ്പോൾ ഉണ്ടോ ഇങ്ങനെ. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ചൂടാറണം. ശരിക്കും നമ്മൾ റൂം ടെമ്പറേച്ചർ പോലെ നന്നായി ചൂടാറണം. അപ്പോൾ ചൂടാറാനായിട്ട് നമ്മളത് തുറന്ന് വെച്ചേക്കുന്നതാണ്. അപ്പോൾ നന്നായി ചൂടാറിയതിന് ശേഷം നമ്മൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആഡ് ചെയ്യാണ്ടായാൽ, അപ്പോൾ നമ്മളതിലൊരു ചെറിയൊരു ടേബിൾ സ്പൂൺ ഈസ്റ്റ് നമ്മളതിൽ ആഡ് ചെയ്യും. ഉണ്ട് അതിൻ്റെ ബാക്കിൽ നമ്മൾ എഴുതേണ്ട ഇൻസ്റ്റൻറ്റ് യൂസ് എന്ന് പറഞ്ഞ് എഴുതുന്നത്. അപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇട്ടിട്ട് നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കുമ്പോൾ നമ്മൾ മരത്തിൻ്റെ ഇത് ഉപയോഗിക്കുന്നതാണ് നല്ലത്. കാരണം സ്റ്റീലിൻ്റെനേക്കാൾ നല്ലത് മരത്തിൻ്റെ ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ 3 ദിവസം ഇത് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ സെയിം കയ്യിൽ തന്നെ ഉപയോഗിക്കേണ്ടതാണ് നല്ലത്. ഇതൊരിക്കലും വെറ്റായിരിക്കും. നമ്മൾ ഒരു ദിവസം ഇളക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ട് തുടച്ച് സൂര്യപ്രകാശത്തിലാണ് വെച്ച് ഉണക്കി നന്നായി ഡ്രൈ ആക്കണം. കാരണം വെറുതെ ചുമ്മാ തുടച്ചുകൊണ്ട് വന്ന് ഇത് ഇളക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ള മരക്കൈയിലായതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ ഈർപ്പം ഉണ്ടാവും. അത് നമ്മുടെ വൈനിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ വൈൻ പുളിച്ചു പോകാനും പൂത്തു പോകാനും ഒക്കെ അതൊരു കാരണമാവും. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് സെയിം കയ്യിൽ തന്നെ എല്ലാ ദിവസവും ഉപയോഗിക്കുക. അത് വേറെ ഒന്നിനും ഉപയോഗിക്കാൻ പാടില്ല, കറി ഉണ്ടാക്കാനൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഓരോ പ്രാവശ്യം ഉപയോഗത്തിന് ശേഷം നന്നായിട്ട് കഴുകി തുടച്ച് നല്ല വെയിലത്ത് വെച്ച് ഉണക്കി ഡ്രൈ ആക്കിയിരിക്കണം പിറ്റേ ദിവസത്തെ ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഈസ്റ്റ് ഇടുന്ന ആ ഒരു ഇതെത്തുമ്പോൾ നന്നായി തണുത്തിട്ട് ഒരു 3-4 മണിക്കൂറിന് ശേഷമാണ് നമ്മൾ ഈസ്റ്റ് ഇടുന്നത്. അപ്പോൾ ആ ഈസ്റ്റ് ഇടുന്ന സമയത്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ മുന്തിരി നമ്മളിങ്ങനെ കുക്കറിൽ ഒരു വിസിലടിച്ച് വേവിച്ചത് ഏകദേശം എന്താ പറയുക നല്ല രീതിയിൽ തണുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റൂം ടെമ്പറേച്ചറിലേക്ക് ആയി. അപ്പോൾ നമ്മൾ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് നമ്മൾ 1 സ്പൂണ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്.
നന്നായിട്ടൊന്ന് ഫെർമെൻ്റ് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മളതിലേക്ക് ഈസ്റ്റ് ഇട്ട് കൊടുത്തത്. ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ വുഡൻ കയ്യിൽ എടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ മുന്തിരി ഉണ്ടല്ലോ, മുന്തിരി അത്യാവശ്യം നല്ല രീതിയിൽ വെന്തിട്ടാണ് ഇരിക്കുന്നത്, നന്നായിട്ട് കുക്ക്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ വേണ്ട ഇതൊന്ന് നമ്മളിങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കണം. അതായത് നമ്മൾ കൈ കൊണ്ട് ഇതുകൊണ്ടൊന്ന് ഇങ്ങനെ ഉടച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം കേട്ടോ. ഒരു പൾപ്പി രൂപത്തിലാവുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് ഞെക്കി ഉടച്ചു കൊടുക്കാം. എന്നിട്ട് വേണം അത് മൂടി വയ്ക്കാനായിട്ട്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ഇളക്കി മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മളിനി അത് കുക്കറിൽ നമ്മൾ അടച്ചു വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്കതൊന്ന് അടച്ചു വയ്ക്കാം. അത് നന്നായിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഇന്നിപ്പോൾ നമ്മൾ ഏകദേശം ഒരു 8 മണിയോട് കൂടിയാണ് ചെയ്തത്. അപ്പം ഇനി 3 ദിവസം, നാളെ മറ്റന്നാൾ അതിൻ്റെ പിറ്റേ ദിവസം കൂടി കൃത്യം ഈ സമയത്ത് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. അപ്പോൾ സെയിം കയ്യിൽ തന്നെ ഡ്രൈ ആക്കിയിട്ട് വേണം നമുക്ക് അതിന് വേണ്ടി ഉപയോഗിക്കാനായിട്ട്. അപ്പം ഇനി നമുക്ക് നാളെ കൃത്യം 24 മണിക്കൂർ കഴിയുമ്പോൾ നമുക്കത് തുറന്ന് നോക്കാം. ഇത് ഞാനിപ്പോൾ വെക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹീറ്ററിനോട് ചേർത്താൽ വെക്കുന്ന, അത്യാവശ്യം തണുപ്പുള്ളടുത്ത് വെക്കുന്നതിന് നന്നായിട്ടൊന്ന് ഫെർമെൻ്റ് ആണ്, കുറച്ച് ചൂട് വേണം. അപ്പോൾ ഞാൻ ഹീറ്ററിനോട് ചേർത്താണ് ഞാനിത് വെക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ദിവസം നമ്മൾ തുറക്കാൻ പോവാണ്. അപ്പോൾ ഇന്നലെ വൈകുന്നേരമാണ് നമ്മളിത് അടച്ചു വെച്ച് ഇളക്കിയിട്ട്. അപ്പോൾ അതായത് നമ്മൾ ഇന്നിപ്പോൾ നോക്കാണ്, നോക്കുമ്പോൾ ഉണ്ടോ നന്നായിട്ട് ഫെർമെൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ തുറക്കുമ്പോൾ തന്നെ നല്ലൊരു വൈൻ്റെ മണം, നല്ല മണം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ തന്നെ കണ്ടോ കളറ്, നല്ല കളർ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ആദ്യം അടച്ചു വയ്ക്കുകയാണ്. ചിലർ പറയും ഇളക്കുമ്പോൾ ഒറ്റ ഡയറക്ഷനിൽ ഇളക്കാൻ പാടുള്ളൂ എന്ന്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഇനി ഇത് പൊടിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ മട്ട് കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നല്ല ഈസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമ്മൾ ഇളക്കുമ്പോൾ പതഞ്ഞ് വരും കേട്ടോ. അപ്പോൾ നമ്മളൊരു 10-30 സെക്കൻഡ് ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളിത് വീണ്ടും അടച്ചു വയ്ക്കാൻ പോവുകയാണ്. അടച്ചു വെച്ചിട്ട് ഇതേപോലെ നമ്മൾ ഈ കയ്യിൽ നമ്മൾ വീണ്ടും അത് നന്നായി വാഷ് ചെയ്ത് ഡ്രൈ ആക്കി വെക്കണം, വെള്ളമൊന്നും ഇല്ലാതെ, അല്ലെങ്കിൽ ഇത് പുളിച്ച് പോകും കേട്ടോ. അപ്പോൾ ഇതാണ് ഡേ ഫസ്റ്റ്, 1 ഡേ കംപ്ലീറ്റ് ആയപ്പോഴത്തെ നമ്മുടെ വൈൻ്റെ അവസ്ഥ. ഓക്കെ, അപ്പോൾ ഡേ 2 നമ്മളതാണ്. അപ്പോൾ ഡേ 2 തുറന്നപ്പോൾ എങ്ങനെയാണ് ഇരിക്കുന്നത്? ഇത് തുറക്കുമ്പോൾ തന്നെ നല്ല വൈൻ്റെ നല്ല സ്മെല്ലുണ്ട് കേട്ടോ. ഇപ്പോൾ തന്നെ നമുക്ക് എടുത്ത് കുടിക്കാൻ തോന്നും അതേപോലെ. അപ്പോൾ നമ്മളൊന്നും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ആ ഈസ്റ്റിൻ്റെ ആ ഒരു എഫക്റ്റ് കൊണ്ടാണ് അത് വീണ്ടും ഇത്രയും നല്ല രീതിയിൽ പതഞ്ഞു വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ 2ാമത്തെ ദിവസമായി. നമ്മളിനി നാളെയും കൂടിയും ഇളക്കിയിട്ട് നമ്മളിത് പുറത്തേക്ക് ഇടും. അപ്പോൾ ഡേ 3 നമ്മൾ തുറന്ന് ഇരിക്കുമ്പോൾ കുക്കറിൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് എന്തായാലും നമ്മൾ അരിച്ച് മാറ്റാൻ പോകണം. 3 ദിവസമായില്ല. അപ്പോൾ 3 ദിവസം കൊണ്ടാണ് നമ്മൾ വൈൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനൊരു നല്ല സ്റ്റീലിൻ്റെ ഒരു അരിപ്പ എടുത്തു. ഈ അരിപ്പി നമ്മൾ എടുക്കുന്ന പാത്രങ്ങളും ചില്ലിൻ്റെ പാത്രങ്ങളും എല്ലാം നന്നായിട്ട് ഡ്രൈ ആയിരിക്കണം. വെള്ളത്തിൻ്റെ ഒരു അംശം പോലെ അതിൽ ഉണ്ടാവരുത്. വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അത് പുളിച്ചു പോകും. ഒന്നല്ലെങ്കിൽ സ്റ്റീലിൽ ഉപയോഗിക്കുക, അതല്ലെങ്കിൽ ഗ്ലാസ് വെസൽസ് ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു അരിപ്പയിലേക്ക് നമ്മളത് ഡ്രെയിൻ ചെയ്തു. പിന്നെ നമ്മൾ ഡ്രെയിൻ ചെയ്തിരിക്കുമ്പോഴത്തേ കണ്ടോ അതിൻ്റെ ആ ഒരു കളർ കണ്ടോ, നല്ല റെഡ് കളറാണ്. അപ്പോൾ നമ്മൾ ഇതൊരിക്കലും ഞെക്കി പിഴിഞ്ഞെടുക്കരുത്. ഞെക്കി പിഴിഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ മട്ട് കൂടും. അപ്പോൾ അതുകൊണ്ട് അത് എങ്ങനെയാണോ നോർമലി അതിന് ഡ്രെയിൻ ചെയ്ത് വരുന്നത് കണ്ടോ, ഇതേപോലെ അരിപ്പയിലിട്ട് വെച്ചാൽ മതി. അതിൽ നിന്ന് ഡ്രെയിൻ ചെയ്ത് വരുന്നത് മാത്രം എടുത്താൽ മതി, അല്ലെങ്കിൽ മട്ട് കൂടും. അപ്പോൾ അത് ഇങ്ങനെയാണ് ഫൈനലായിട്ട് ഇരിക്കുന്ന ആ ഒരു മുന്തിരി വൈൻ. നല്ല ടേസ്റ്റാണ് കേസ്, നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. 3 ദിവസത്തെ ഒരു മാത്രമേ ഉള്ളൂ. നല്ല വൈൻ നമുക്ക്, ഹോംലി വൈൻ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ചാനൽ, ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ ഫ്രണ്ട്സിന്.